Hi friends, welcome back to Jannath. അപ്പോൾ ഇന്ന് നമ്മളൊരു ഇറ്റാലിയൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്. സ്പഗറ്റി ബൊളോഗ്നേസ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിന്നർ റെസിപ്പിയാണിത്. പിള്ളേർക്കായാലും വലിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ഈസി ഇറ്റാലിയൻ റെസിപ്പി ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്പഗറ്റി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ വെള്ളം ബോയിൽ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് സ്പഗറ്റി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ കമ്പനിക്ക് അനുസരിച്ചിട്ട് ഓരോ സ്പഗറ്റിയുടെ കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ സ്പഗറ്റി നന്നായി കുക്കായി വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊരു ഫോർക്ക് എടുത്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ കട്ടായി വരുന്നുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള സോസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഗാർലിക്കാണ്. നന്നായി മിക്സ് ചെയ്തത് വേണം. ഇനി നമുക്കിതൊന്ന് ലൈറ്റായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കീമ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കീമ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് കുക്കായി കിട്ടും. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ക്യൂബ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് നോക്കിയിട്ടിടാം. പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ടൊമാറ്റോ പേസ്റ്റ് ആണ് പ്യൂരിയേക്കാളും നല്ലത്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ടൊമാറ്റോ പേസ്റ്റ് എടുത്ത ബൗളിൽ തന്നെയാണ് വെള്ളം എടുത്തത്, അതുകൊണ്ടാണ് ഇങ്ങനൊരു കളർ വന്നത്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാനൊരു ക്യൂബ് ആഡ് ചെയ്യുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. തൈമും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല തിക്കായി വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് സ്പാഗറ്റിയിലേക്ക് മിക്സ് ചെയ്ത് ചൂടോടെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ, സ്റ്റേ സേഫ്.